അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. PSC പരീക്ഷകളിൽ മികച്ച വിജയം നേടുന്നതിനും പഠിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി ഓർത്തു വയ്ക്കുന്നതിനുമായി ഉപയോഗിക്കാവുന്ന പ്രധാന തന്ത്രങ്ങളും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴികളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള മികച്ച പഠന രീതികൾ നമ്മൾ പ്രധാനമായിട്ടും അവലംബിക്കേണ്ട PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രധാനമായും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മികച്ച പഠന രീതികളാണ് പിന്തുടരേണ്ടത്. അതിന് ആദ്യമായിട്ട് തന്നെ ആക്റ്റീവ് റീകോൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായിച്ച ഭാഗങ്ങൾ പുസ്തകം അടച്ചു വച്ച് മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പ്രധാന പോയിന്റുകളൊക്കെ എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ, അതായത് പഠിച്ച വിഷയം കൃത്യമായ ഇടവേളകളിൽ, അതായത് 1-ാം ദിവസം അല്ലെങ്കിൽ 3-ാം ദിവസം അല്ലെങ്കിൽ 7-ാം ദിവസം അല്ലെങ്കിൽ 30-ാം ദിവസം അത് റിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ മെനോമോണിക്സ് ആൻഡ് കോഡുകൾ, അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ വർഷങ്ങള്, ഭരണഘടനാ വകുപ്പുകൾ അല്ലെങ്കിൽ നദികള്, രാജവംശങ്ങൾ തുടങ്ങിയ ഓർക്കാന് രസകരമായ കോഡുകളും കഥകളും ഒക്കെ ഉണ്ടാക്കി ഒരു പഠിക്കുന്ന രീതി, അത് വളരെയധികം ഓർമ്മശക്തി നിലനിർത്താൻ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ചരിത്ര സംഭവങ്ങളും അതുപോലെ തന്നെ ശാസ്ത്ര തത്വങ്ങളും ഒക്കെ ചിത്രങ്ങളായോ വീഡിയോകളായോ മനസ്സിൽ സങ്കല്പിച്ച് പഠിക്കുക. അപ്പോൾ ധാരാളം സമയം അത് ഓർമ്മയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില പഠന തന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് ചോദിച്ചാൽ ഫെയ്ൻമാൻ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് നിങ്ങൾ പഠിച്ച ഒരു കഠിനമായ വിഷയം, ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഭരണഘടനയിലെ ഭേദഗതികൾ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾക്കോ ലളിതമായി വിശദീകരിച്ചു കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഇത് വിവരങ്ങളൊക്കെ ഓർമ്മയിൽ ദീർഘകാലം നിലനിർത്തും. കാരണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ നമ്മൾ കൂടുതൽ ഇരട്ടിയിലധികം പഠിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊമാഡോറോ രീതി, അതായത് പൊമാഡോറോ രീതി എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. എന്താണെന്ന് അറിയോ? തുടർച്ചയായി പഠിക്കാതെ 25 മിനിറ്റ് പഠനം, അതായത് 5 മിനിറ്റ് ഇടവേള എന്ന രീതിയിൽ അത് ക്രമീകരിക്കാം. 4 സെഷനുകൾക്ക് ശേഷം 15-30 മിനിറ്റ് ദീർഘമായ ഇടവേള എടുക്കാം. ഇത് തലച്ചോറിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ മെമ്മറി പാലസ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ്, എന്താണത്? വിവരങ്ങളെ ബന്ധിപ്പിച്ച്, അതായത് മനസ്സിൽ ഒരു വഴി അല്ലെങ്കിൽ ചിത്രം നിർമ്മിക്കുക. ശാസ്ത്ര തത്വങ്ങള്, ചരിത്ര സംഭവങ്ങള്, ഭൂമിശാസ്ത്രപരമായ വസ്തുതകൾ എന്നിവ മൈൻഡ് മാപ്പുകൾ വഴി പഠിക്കുന്നത് എളുപ്പമാണ്. അപ്പോൾ ഈ PSC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടിപ്പുകൾ, അതായത് എലിമിനേഷൻ രീതി, അതായത് ഒരു ചോദ്യത്തിന് ഉത്തരം ഉറപ്പില്ലെങ്കിൽ തീർച്ചയായും തെറ്റായ ഓപ്ഷനുകൾ ആദ്യം ഒഴിവാക്കി ശരി ഉത്തരത്തിലേക്ക് എത്തുക. അതായത് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതായത് വീക്ക് ഏരിയ കേന്ദ്രീകൃത പഠനം, അതായത് കണക്ക്, ഇംഗ്ലീഷ്, റീസണിംഗ് തുടങ്ങിയ മേഖലകളിൽ സ്ഥിരമായി തെറ്റുന്ന ചോദ്യങ്ങൾ കണ്ടെത്തി അവ ദിവസവും അരമണിക്കൂറെങ്കിലും പരിശീലിക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നിലവിലെ PSC രീതി അനുസരിച്ച് പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ ഒറ്റവരി പഠനത്തിന് പകരം ആഴത്തിലുള്ള ആശയാധിഷ്ഠിതമായ പഠന രീതി നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്റർലീവിംഗ് ടെക്നിക്ക് ക്ലാസ്സുകളിലും പഠനത്തിലും ഒക്കെ പ്രയോഗിക്കാവുന്ന പ്രത്യേക രീതിയാണ് ഈ ഇന്റർലീവിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം മുഴുവൻ ഒരേ വിഷയം മാത്രം പഠിക്കാതെ വ്യത്യസ്ത വിഷയങ്ങൾ മാറി മാറി പഠിക്കുക. ഉദാഹരണത്തിന് 2 മണിക്കൂർ ഹിസ്റ്ററി, തുടർന്ന് 1 മണിക്കൂറിന് ശേഷം കറണ്ട് അഫയേഴ്സ്. ഇത് തലച്ചോറിന് മടുപ്പ് ഒഴിവാക്കുകയും ഓർമ്മശക്തി കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ലോക്കി രീതി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ലോക്കി രീതി എന്ന് പറയുന്നത് പരിചയമുള്ള ഒരു സ്ഥലത്തെ, അതായത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, സ്വന്തം വീട് വിവരങ്ങളുമായി ബന്ധിപ്പിക്കുക. വീട്ടിലെ ഓരോ മുറിയിലും അല്ലെങ്കിൽ സാധനങ്ങളിലും ഓരോ ചരിത്ര സംഭവങ്ങളോ
ഭരണഘടനാ വകുപ്പുകളോ സങ്കല്പിച്ച് വെച്ച് ഓർത്തെടുക്കുക. അതും മികച്ച ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഓഡിയോ സാമഗ്രികളുടെ ഉപയോഗം, അല്പം കഠിനമായ വിവരങ്ങളോ കോഡുകളോ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് യാത്ര ചെയ്യുമ്പോഴും മറ്റ് ജോലികൾ ചെയ്യുമ്പോഴും ഒക്കെ കേൾക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ സാധിക്കും. ഇങ്ങനെ ധാരാളം വഴികളിലൂടെ നമ്മളുടെ ഓർമ്മശക്തി, ഉദ്യോഗാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിലൂടെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പരീക്ഷാ ഹാളിലെ ടൈം മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി. അതായത് 3 ഘട്ടങ്ങളായുള്ള ചോദ്യപേപ്പർ സമീപനം, അത് നമ്മൾ പ്രധാനമായിട്ടും പിന്തുടരേണ്ട ഒന്നാണ്. റൗണ്ട് 1 അതായത് ചോദ്യപേപ്പർ മുഴുവൻ വായിച്ച് 100% ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം ആദ്യ 30-40 മിനിറ്റിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം 50-50 അതായത് സംശയമുള്ളവരും ഓപ്ഷൻ എലിമിനേഷൻ വഴി കണ്ടെത്താൻ കഴിയുന്നവയും അടുത്ത ഘട്ടത്തിൽ ചെയ്യുക. അതിനുശേഷമുള്ള മൂന്നാമത്തെ രീതിയിൽ അതായത് സമയമെടുക്കുന്ന കണക്കുകളും പ്രസ്താവന ചോദ്യങ്ങളും അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുക. അതും വളരെ നല്ല രീതിയിൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതിനാൽ പൂർണ്ണമായും അറിയാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ 2 ഓപ്ഷനുകൾ ഉറപ്പായും തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം അതിനു വേണ്ടിയിട്ട് റിസ്ക് എടുക്കുക. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ, പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യങ്ങൾ നമ്മൾ പരീക്ഷാ ഹാളിൽ കൃത്യമായിട്ട് വിനിയോഗിക്കണം. എങ്കിലേ അത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം പഠനം നല്ല രീതിയിൽ നടക്കുകയും ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും പിന്തുടരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.